പൈസ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം ലലലക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം വീണത് ഏത് പുഴയിലാണ്? ഉത്തരം ഞാൻ 3 ഓപ്ഷൻ തരാം. പുന്നമട കായലിൽ, ആലപ്പുഴ കായലിൽ, കൊച്ചി കായലിൽ. കൊച്ചി കൊച്ചി ആലോചിച്ച് സമയം കളയണ്ട. ആലപ്പുഴ 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 പറയാലോ അല്ലേ? ആലപ്പുഴ തെറ്റിപ്പോയി. ഉത്തരം വളരെ തെറ്റാണ്. പുന്നമുട കായലിലാണ് വെണ്ണില ചന്ദന കിണ്ണം വീണത്. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ സമ്മാനം കിട്ടൂല്ലോ. ഈ ആലപ്പുഴ കായലിനോട് ബന്ധിച്ചിടക്കുന്നതല്ലേ പുന്നമട കായൽ? എന്തായാലും തെറ്റിപ്പോയി. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ മാഡം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയത്തിയുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വളരെ ഭംഗിയായിട്ട് എല്ലാം സഹിച്ചുകൊണ്ട് വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. വീട്ടിലും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. സാർ ചോദിച്ചത് ഇവളുടെ കഴിഞ്ഞ സീരിയലല്ലേ? അതെ അതെ. മാല മോഷ്ടിക്കുന്നു, പണം തട്ടിയെടുക്കുന്നു, കുഞ്ഞിനെ തട്ടിയെടുക്കുന്നു, എല്ലാം സഹിക്കുന്നു. എന്നിട്ടും വളരെ ശാന്തമായിട്ട് എല്ലാം സഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു വീട്ടിലും അല്ലേ? ശരി. അപ്പൊ വീണ്ടും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാഡത്തിന് ഇപ്പം കിട്ടിയിരിക്കുന്നത് 8 രൂപ 75 പൈസയാണ്. അത് ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. ഒരു മിനിറ്റ്. 25 തരാന്ന് പറഞ്ഞിട്ട് വന്നത്. അതെ, 24-25 തരാന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിളിച്ചപ്പോ 24-25 തരാന്നാ പറഞ്ഞാച്ച വിളിച്ചപ്പോ, ഇതിന് ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോ 24 രൂപ. 8 രൂപ പറഞ്ഞോളൂ. ഇനിയും തരാനുണ്ട് ബാക്കി. അല്ല, ബാക്കി കഴിഞ്ഞിട്ട് പിന്നെ തന്നാ മതിയല്ലോ. ഇല്ല, 24 രൂപ തരാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കളഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. സീരിയലിന് പോയി ഞങ്ങൾക്ക് 23 രൂപയെങ്കിലും കിട്ടിയാണ്. ഇല്ല, സമ്മതിക്കത്തില്ല. 24-25 പൈസ തരാന്ന് വാക്ക് പറഞ്ഞ് വിളിച്ചിട്ടാ 4 ദിവസം എന്നെ പുറകെ നടന്ന് വിളിച്ചിട്ടാ ഞാൻ ഇതിന് വന്നത് കേട്ടോ. താൻ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലിട്ട് ചവിട്ടി കൂട്ടണമാര് ഇവിടെ മര്യാദയ്ക്ക് വന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അല്ല മാഡം ഭയങ്കര സഹനത്തിന്റെ ആളാണെന്നല്ലേ? ഭയങ്കര സഹനമൊക്കെ തന്നെ. പക്ഷെ 24-25 പൈസ തരാണ്ട് ഇവിടുന്ന് പോണ പ്രശ്നമില്ല. എന്റെ ദൈവമേ, സീരിയലിൽ മാത്രമേ ഉള്ളൂ ഈ സഹനവും കാര്യങ്ങളൊക്കെ. വീട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ കണ്ടില്ലേ? നമസ്കാരം. ഒരു വക പതിനിശയിൽ അടുത്ത പാർട്ടിസിപ്പൻസ് മറ്റാരുമല്ല, പ്രശസ്ത നർത്തകനും കൊറിയോഗ്രാഫറുമായ മിസ്റ്റർ വൈശാഖൻ. വെൽക്കം മിസ്റ്റർ വൈശാഖൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. വൈശാഖന്റെ നാട് എവിടെയാണ്? നാട് നാരങ്ങ പേര് ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. നാട് ചോദിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ. എന്താണ് വൈശാഖന്റെ നാള്? എന്റെ നാള് കുട്ടിന്റെ ഒരു കാര്യം നാളെ ചോദിക്കണ്ട. നാളെ ഏതാണ്? നാള് മറ്റന്നാള്. ഞാൻ കരുതി മിനിയാന്നാളായിരിക്കുന്നു. അതുകൊട്ടെ. അപ്പം ഞാൻ ഒരു പാട്ടിലേക്ക് കിടക്കുകയാണ്. അതിനൊരു പാട്ടിലൂടെയാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ തയ്യാറാണല്ലോ അല്ലേ? പാട്ട്. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കി. ഒരു മിനിറ്റ് ചിരിക്കുട്ട, ഇത് വളരെ തെറ്റാണ് ഈ പാട്ട്. എന്താണ്? ഇത് വളരെ തെറ്റാണ്. എനിക്ക് ഈ പാട്ടിൽ തന്നെ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു വേർഡുണ്ട്. വൃത്തികെട്ട പാട്ടൊന്നുമല്ല, നല്ല പാട്ടല്ലേ. എന്താണ് വൃത്തികെട്ടുണ്ടെന്ന് പറഞ്ഞത്? ഞാനത് പറഞ്ഞു തരാം. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാം, പക്ഷെ 2 ആകാൻ പാടില്ല. ഇത് കുടുംബാസൂത്രണം. വളരെ തെറ്റായിട്ടുള്ളൊരു പാട്ടാണ് എന്റെ അറിവിൽ. വൈശാഖൻ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. കഥയിലെ രാജകുമാരി ഒന്നാകാം, പുഴയിൽ പൊന്നോളങ്ങളിൽ അവരൊഴുക്കിയത് എന്താണ്? തെറ്റിദ്ധരിക്കണ്ട. 3 ഓപ്ഷൻസ് തരാം. 1 ദീപങ്ങൾ, 2 കപ്പൽ, പിന്നെ ബോട്ട്. ഇതിലേതാണ് അവർ പുഴയിൽ ഒഴുക്കിയത്? ആലോചിച്ച് പറഞ്ഞാൽ മതി. ക്ലൂ തരാം. ക്ലൂ എന്ന് പറഞ്ഞാല് ഒരു കത്തിക്കുന്ന സാധനം.
ദീപങ്ങൾ. ചോദിക്കട്ടെ, ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്, ഉറപ്പ്. ചോദിക്കാം. വളരെ കറക്റ്റാണ്, ദീപങ്ങളാണ് അവരൊഴുക്കിയത്. അപ്പം വൈശാഖിന് ഒരു 2 രൂപ 25 പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേറെ കാര്യം ചോദിക്കാണ്, വൈശാഖിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. ഇഷ്ടമുള്ള പാട്ട്? ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാല് നല്ല പാട്ടുകളൊക്കെ ഇഷ്ടമല്ലോ. നല്ലൊരു പാട്ട്. കൂടുതൽ നിങ്ങൾക്ക് തയ്യാറയോടായിരിക്കും താല്പര്യം. എന്നെ ഇങ്ങനെ നോക്കരുത്, നോക്കി എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ നോക്കുന്നില്ല, പാടിക്കോളൂ. തെയ്യർത്തും തെയ്തും തെയ്തും തെയ്യർത്തും തെയ്യർത്തും തെയ്തും തെയ്തും തെയ്യർത്തും പുലരെ പൂന്തോണി. അതല്ല, പുലരെ പൂന്തോണി എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്കിഷ്ടമുള്ള സന്ധ്യ പൂന്തോണി. എന്താണ് സന്ധ്യ എന്ന് പറയുന്നത്? പുലരിയല്ലേ അത്? എനിക്ക് സന്ധ്യ ഇഷ്ടം. സന്ധ്യയാണ് ഇഷ്ടം. എന്താണ് ഇങ്ങനെ സന്ധ്യ ഇഷ്ടപ്പെടാൻ കാരണം? സന്ധ്യ ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാല് ഒന്നന്ത്യായെങ്കിൽ. ഇന്ന് 1-ാം തീയതി അല്ല, ഇന്ന് 2-ാം തീയതിയാ. അതല്ല, പിന്നെ ഒന്നന്ത്യായെങ്കിൽ. ഓ, സന്ധ്യയെങ്കിൽ കള്ളൻ. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അല്ലിയാമ്പൽ കടവിലം വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പൊതുമ്പു വെള്ളം. ഇതാണ് ചോദ്യം. അല്ലിയാമ്പൽ കടവിൽ അന്ന് വെള്ളമുണ്ടായത് എവിടം വരെയായിരുന്നു? 3 ഓപ്ഷൻസ് തരാം. അരയ്ക്ക്, മുട്ട് വരെ, കഴുത്ത് വരെ. ഉത്തരം പറഞ്ഞോളൂ. ഉത്തരം പറയട്ടെ? പറഞ്ഞോ. കറക്റ്റ് ആയിട്ട് പറയട്ടെ? പറയൂ. അരയ്ക്കൊപ്പം. അതിങ്ങനെ മുഖം മറച്ചു വെക്കണം എന്തിനാ? ഇങ്ങനെ വൃത്തിയിട്ട ചോദ്യം ചെയ്ത് പിന്നെ നാണാവില്ല. വളരെ നല്ലൊരു ചോദ്യമല്ലേ? അത് പോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നേരത്തെ 3 രൂപ 75 പൈസ ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ, പഠിക്കോളൂ. മനസ്സിൽ തട്ടിയൊരു പാട്ടുണ്ട്. ആണോ? കപകെട്ടിന്റെ ഒരു ഒന്നാംകിളി, രണ്ടാംകിളി, മൂന്നാംകിളി, നാലാംകിളി, അഞ്ചാംകിളി, ആറാംകിളി, ഏഴാംകിളി, എട്ടാംകിളി, അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്ത കിളി ചുണ്ടൻ മാമ്പഴം, അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട്. എന്താണ് അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് എത്തുന്നിട്ട്? പെട്ടെന്ന് എന്റെ ഉള്ളിൽ നിന്ന് എന്തൊരു ഇത് പാട്ട് പാടുന്നു. അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് എത്തല്ലേ? അപ്പം ഇഷ്ടമുള്ള പാട്ട്. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അമ്മേ അമ്മേ